രാജു ഇല്ലാത്തപ്പോ രാധമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാഡം അത് പറയാതിരിക്കുന്നല്ലേ? അല്ല രാജു, അമ്മ എനിക്ക് ജീവനാ എന്നുവെച്ച് അമ്മ കാണിക്കുന്ന എന്തും ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? മോളെ, ഇത് കുടിക്കും മോളെ. അയ്യോ എനിക്ക് പാലൊന്നും വേണ്ട വല്യമ്മേ. അയ്യോ അങ്ങനെ പറയരുത്, ഒന്നും കഴിക്കാത്തതല്ലേ. ഇത് കുടിക്കേ. എന്ത് നീ ഉദ്ദേശിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മേ, 10ഉം 15 നമുക്ക് കിട്ടിയാ മതിയോ? ലക്ഷങ്ങളാ നമുക്ക് വേണ്ടത്. അല്ല, ഈ കൊട്ടാരം തീരടി മേടിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും കണ്ടില്ല. എടാ, ഇരുന്നിട്ട് വേണം കാല് നീട്ടേണ്ടത്. ഇരിക്കും മുമ്പ് കാല് നീട്ടിയാലേ അലച്ചു തല്ലി താഴെ വീഴും. ആ, ഈ എക്സാമ്പിൾ എന്തിനാ ഇപ്പൊ പറഞ്ഞെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എടാ, ഒറ്റയടിക്ക് ഇതെല്ലാം ചോദിച്ചാ തട്ടിപ്പാണെന്ന് ഏത് മണ്ടന് മനസ്സിലാവത്തില്ലയോ? അതുകൊണ്ട് വളച്ച് വളച്ച് ഒടുവില് കൊട്ടാരം. ആ, അത് കൊള്ളാം. ആ, ആദ്യം സ്നേഹം കൊണ്ട് തുലാഭാരം, അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാവും. പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് നാളെ ഒരു മുന്തിയ ഹോട്ടലിൽ ഇതിനെ വളച്ചോണ്ട് പോവാം. ആ, അവളുടെ ചെലവ്. അല്ലാതെ നമ്മുടെ കാശ് വല്ലതും ഉണ്ടോ? ആ, അത് ഓക്കെ. ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നില്ലല്ലോ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും അല്ലല്ലോ, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലായിരിക്കും മാഡം, അതായിരിക്കും ട്രാൻസ്ഫർ ആവാത്തത്. ഏയ് അല്ല, ഇതിപ്പോ ഇവിടെ പുതിയൊരു ഏർപ്പാടാ. എല്ലാം കൂടെ വന്ന് മൂക്കുമുട്ട തട്ടും. ഒടുവിൽ നെറ്റ്വർക്ക് എറർ, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, തേങ്ങാ കൊല. തരികിടയൊന്നും ഇവിടെ വേണ്ട, കാശ് വെച്ചിട്ട് പോയാ മതി. കാശില്ലേ? കാശില്ലെന്ന് ഇവര് നമ്മളെവിടെ പിടിച്ചു വെക്കുകയോ ചേട്ടാ. ദൈവമേ, 10 പൈസ കയ്യില്ല. കാശില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ബില്ലടയ്ക്കാതെ ഒരെണ്ണവും പോവില്ല ഇവിടുന്ന്. ഒരു കോടീശ്വരി, കൊട്ടാരത്തിലെ തമ്പുരാട്ടി, വിഷം വാങ്ങിക്കാൻ പോലും 10 പൈസ എവിടെയില്ല. മരുമോളെ, ഇവിടത്തെ പാത്രം മൊത്തം കഴിയാലേ അവര് നമ്മളെ വിടൂല. എന്നെ ഒന്ന് സഹായിക്ക്. അളിയ, ചെറിയൊരു പ്രശ്നമുണ്ട്. നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി. തേച്ചാലും കുളിച്ചാലും മാറാത്ത നാണക്കേട്. അടിമുടി ചെളി അഭിഷേകം ചെയ്ത പോലെ. ₹10 വിലയില്ലാത്ത ഒരു തമ്പുരാട്ടി നടക്കുന്നു. സൂര്യമംഗലത്തെ ചന്ദ്രമംഗലത്തിലെ തമ്പുരാട്ടിയാണെന്നും പറഞ്ഞാ നടക്കുന്നത്. തെരുവ് തണ്ടിയേക്കാൾ കഷ്ടം. എന്താ പ്രശ്നം? എന്താ മോളെ?
എന്താ പ്രിയേ? എന്താ ജയ? എന്റെ അമ്മോ, ഇതീ പല ഒരു അക്കിടി അങ്ങ് കിട്ടാനില്ല. ഈ നൂറ്റാണ്ടി പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഈ കാര്യം പറയടാ, വെറുതെ നായ കിടന്ന് കുറയ്ക്കണവരെ കുറയ്ക്കാതെ. ഈ കൊച്ചിന് നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോയത്? അങ്ങോട്ട് പറഞ്ഞോടമ്മ. യോ, ഒന്നും പറയണ്ടേ. ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഹോട്ടലിലെ പാത്രം കഴുകുകാരും വെള്ളം കോരലുകാരോട്ടൊക്കെ മാറിയേനെ. ജയേട്ടന്റെ ഫ്രണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നിങ്ങളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. ദേ, ഈ കൃതിക ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ പിടികിട്ടി. ഋതിക മോള് നിങ്ങളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതല്ല, നിങ്ങള് മുള വളച്ചോണ്ടുപോയി. ആ, ഇനി കാര്യം പറ. ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ ഈ പെണ്ണ് പറഞ്ഞു. പെണ്ണല്ല, ചില്ലിക്കാച്ചിന് വിലയില്ലാത്ത തമ്പുരാട്ടി.